ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കുറച്ച് പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റിപ്ലൈസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. നെഗറ്റീവ് കമന്റ്സിനുള്ള റിയാക്ഷൻ ആണ് ഗൈസ് ഇന്ന് പറയുന്നത്. നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ട് കാരണം വെച്ചാൽ നമ്മൾ അവസാനം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കുറെ ഇതിനു മുമ്പും കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയില് ഫുൾ നെഗറ്റീവ് കമന്റ് ആണ് ഒരുമാതിരി. അപ്പൊ നമ്മൾ അവർക്ക് പേരെടുത്തൊന്നും പറയുന്നില്ല ഗൈസ്, അവർക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റി നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ ഗൈസ് നമ്മള് പറയാം. അപ്പൊ എന്താ പറയാനുള്ളതെന്ന് പറയാം. ഓക്കെ, പറയാം. ഇപ്പൊ March 6 അല്ലേ എക്സാം, ഫസ്റ്റ് ഫിസിക്സ്. എന്റെ അനിയത്തിക്കും എക്സാം ആണ്. നിന്റെ സെയിം ഏജ് ആണ്. ഇത്രയും ഡെറിവേഷൻസും ന്യൂമറിക്സ് തിയറി പഠിക്കാൻ ഉണ്ടായിട്ടും ഉത്സവം എക്സ്പ്ലോർ ചെയ്ത് ബ്ലോഗ് ഒക്കെ എടുത്ത് നടക്കുവാണോ? ഇപ്പോ മനസ്സിലാവില്ല മോളെ. പിന്നെ നമ്മൾ ഇത് പറയുന്നത് വെച്ച് നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മളെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്ന് ഹെർട്ട് ആവരുത്. നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ. അതെ. അപ്പം എക്സാം 6-ാം തീയതിയാണ്. അതെനിക്കറിയാം. ഫിസിക്സ് ആണ് എക്സാം എന്നും എനിക്കറിയാം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുമുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നമ്മുടെ വ്ളോഗിൽ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പൊ നമ്മളത് അപ്ലോഡ് ചെയ്താലും എന്താണ് പറയുന്നത്, വീഡിയോക്ക് വേണ്ടി പഠിക്കുന്നു, അവളല്ലാതെ പഠിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ അന്ന് അത് ഇടണ്ട, അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് ഫുള്ള് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളൊരു വീഡിയോ ഇടുമ്പോ തന്നെ നമ്മൾ അതിനകത്ത് കാണിക്കുന്നത് എല്ലാം ആണ് റിയൽ. വ്ലോഗ് ചെയ്യാന്നും പറഞ്ഞാൽ അങ്ങനെ കാണിക്കാം, അല്ല കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗ് നമ്മൾ ക്യാമറ ഓഫ് ചെയ്യാൻ അങ്ങനെ എടുക്കാനും പറ്റത്തില്ല. അപ്പൊ നമ്മളിപ്പോ രാവിലെ കുറച്ച് കാര്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഉച്ചയ്ക്കായിരിക്കും എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ടൈമിൽ നമ്മൾ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങള് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യം ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഈ പറയാതിരിക്കുക. അപ്പം അറിയാത്ത കാര്യങ്ങള് പറയരുത്. ഓക്കെ, അതേ ഞാൻ പറയുന്നുള്ളൂ. അടുത്തത്, കുട്ടി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ നെഗറ്റീവ് മാത്രം പറയുന്നത്. അപ്പൊ നമുക്കതൊരു അഡ്വൈസ് ഒക്കെ തരുമായിരിക്കും ചിലപ്പോ ആ ചേച്ചി. നമുക്ക് അറിയത്തില്ല. കാരണം എന്താണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത് എനിക്കറിയാൻ വേണം. നാളെ ഇനി എന്നെ കളഞ്ഞിട്ട് പോകും എന്നാണോ എന്താണോ പറയുന്നത്. എന്തായാലും ദൈവം സഹായിച്ചിപ്പോ രണ്ടുപേരും ഒരുമിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ജീവിതം അങ്ങനെ കുളം തോണ്ടി പോണ്ടതാണ്. അങ്ങനെന്തോ പറയും. അങ്ങനെയൊക്കെ പറയുന്നത്. അത് ഇപ്പൊ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഇപ്പം ചിലപ്പോ ഞങ്ങൾക്ക് കുറച്ച് പ്രായം കുറവായിരിക്കും. അപ്പൊ അന്നും പറഞ്ഞ് നമ്മുടെ റിലേഷൻ പെട്ടെന്ന് ബ്രേക്ക് ആയി പോകുന്ന ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത കാര്യം. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത്? നമ്മള് ഇടുന്ന വീഡിയോ കാണും, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കുക. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അവരെ കാണുന്നതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അത്രേ ഉള്ളൂ. നെഗറ്റീവ് പറയുന്നവര് വെറുതെ കിടന്ന് പറയും, അത്രേ ഉള്ളൂ. നാളത്തെ കാര്യം എന്താന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും തോന്നി, കാരണം കുറെ നല്ല രീതിക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇനി അനുഭവിക്കാൻ കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം എന്ത് കഴിച്ചാലും വീട്ടിൽ വേറെ ആർക്കും കൊടുക്കാറില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ രണ്ടുപേരും വീഡിയോ ചെയ്യുമ്പോ ഇവിടെ ഞങ്ങളെ കാണത്തുള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാം. അവര് വരുമ്പോ അവർക്കുള്ളതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, എടുക്കുന്നുമുണ്ട്. അതൊന്നും നമ്മൾ വീഡിയോയിൽ അവര് വരുത്തില്ല. നമുക്ക് നമ്മുടെ വീഡിയോയില് എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർക്ക് കുറച്ച് ജോലി തിരക്കും പിന്നെ മടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ തന്നെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് പിന്നെ പയ്യെ ഇതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആയി. അപ്പൊ അവരും അതുപോലൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോ റെഡി ആവുമായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ് അവരെ നമ്മൾ വീഡിയോയില് മെയിൻ ഒക്കെ നോക്കാം. അപ്പൊ കൊടുക്കുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നവര് വീട്ടിൽ വന്ന് അന്വേഷിക്കും. കഴിക്കുന്നത് ചിലപ്പോ ഇവരിങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും. നമ്മളെല്ലാരും ഷെയർ ചെയ്താണ് നമ്മൾ ഈ വീട്ടിൽ കൂട്ടുകുടുംബമാണ്. അപ്പൊ എല്ലാരും നമ്മൾ ഈ വീട്ടിലാണ്, ഞാൻ, അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഞങ്ങളെല്ലാരും ഒരുമിച്ച് ഒരേപോലെ ഒരു കലത്തിൽ ചോറിട്ട് എല്ലാരും ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. അല്ല സെപ്പറേറ്റ് വെപ്പ് ഞങ്ങൾ അല്ലാതെ കഴിക്കുന്ന കൊടുക്കുന്നില്ല, അങ്ങനൊന്നും ഇല്ല. ഓക്കെ, അടുത്ത, പോയി പഠിക്ക് പൂജ. എക്സാം അല്ലേ, റിസൾട്ട് വരുമ്പോ അതൊന്ന് കാണിക്കണേ ഗൈസ്. റിസൾട്ട് വരുമ്പം കാണിക്കണേ. വേണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. വേണോ വേണ്ടതെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. പിന്നെ
നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ളവർക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്റെ നോർമലായിട്ട് അങ്ങനെ റിസൾട്ട് ഇതുപോലുള്ള നെഗറ്റീവ്സ് പറയുന്നവർ ഇങ്ങനെ വരുന്നോണ്ടാണ് ഗൈസ് നമ്മൾ അതൊന്ന് റിവീൽ ചെയ്യണോ വേണ്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നത്. കാരണം ചിലപ്പോ ഞാൻ പറയുന്നില്ല, +2 ഞാൻ പാസ്സാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ 10ലായാലും +1 +2 ആയാലും ഏതായാലും എനിക്കറിയാം ഞാൻ പാസ്സാവും എനിക്കൊരു ഉറപ്പുണ്ട്. അതിന് വേണ്ടിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ഞാൻ ഹാർഡ് വർക്ക് തന്നെ ചെയ്ത് തന്നെ 10th പാസ് ചെയ്ത് +1 ഞാൻ പാസ് ചെയ്തു. അപ്പം ഇനിയും അഥവാ ഇനി ഇൻകേസ് ഞാൻ +2 തോക്കുക എന്ന് വെച്ചോട്ടെ, ഓക്കെ കുഴപ്പമില്ല, ഞാൻ വീണ്ടും പഠിക്കാൻ തയ്യാറാണ്. ഇവിടം കൊണ്ട് എന്റെ ലൈഫ് അവസാനിക്കും എന്നല്ല. നെഗറ്റീവ് ഇടുന്നവരൊന്നും അത് മൈൻഡ് ആക്കണം. റിസൾട്ട് വന്നിപ്പോ ഞാൻ ഫെയിൽ ആയപ്പോൾ ഞാൻ ഇനിയും പഠിക്കാൻ തയ്യാറാണ്. അവിടം കൊണ്ട് എന്റെ എനിക്കും കുഴപ്പമില്ല, വീട്ടുകാരും കുഴപ്പമില്ല, വീട്ടുകാർക്കും കുഴപ്പമില്ല. അപ്പൊ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവുന്ന ആരും ഒന്നും വിചാരിക്കണ്ട. അപ്പൊ മാക്സിമം ഞാൻ എനിക്കൊരു ബുദ്ധിയുണ്ട്. അപ്പൊ അത് വെച്ച് എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കും. അല്ലാതെ ഇപ്പൊ ഫുൾ A+ വാങ്ങുന്നവരെ അല്ല ഈ റിസൾട്ട് ചോദിച്ച ആള് എങ്ങനെയാന്ന് വെച്ചാ അതിന്റെ പേര് എന്തായാലും ഒരു പെണ്ണാ. അവരവരുടെ വീട്ടിലെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കും. A+ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് സക്സസ് ആയവര് മാത്രമല്ല ഉള്ളത്, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. നല്ല ചൂടുണ്ട്, ഫാൻ ഇട്ട സൗണ്ട് ചെയ്തു, അതുകൊണ്ട് നമ്മൾ ഫാൻ ഇടുന്നില്ല. അടുത്തത് ഒരു എസ്സേ തന്നെ ഉണ്ട്, ഒരു എസ്സേ തന്നെ ഉണ്ട്. അത് കാണില്ല, പേര് ചിലപ്പം കിട്ടും. അങ്ങനെ നമ്മളെ കൂടി പെണ്ണാണ്, അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. ഒരു യൂട്യൂബ് ചാനൽ ഇനിയിപ്പം അസൂയാണോ കുശുമ്പാന്നൊന്നും അറിയത്തില്ല. ഒരു കോളേജിൽ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ആ കുട്ടി ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോസ് ഒക്കെ ഇടുന്നവർക്ക് അറിയാം അതിന്റെ ഇത് എന്തുവാണെന്ന്. അപ്പം എന്നിട്ട് കമന്റ്സ് ഇടുന്നത്. അപ്പം അത് ഞാനൊന്ന് വായിക്കാവേ. ഒരു എസ്സേ തന്നെ ഉണ്ട് വായിക്കാൻ. താൻ +2 അല്ലേ എടെ? അല്ല എനിക്ക് ഈ കമന്റ്സിലൂടെ വന്ന് അവര് നല്ല പിള്ള ക്ഷമയെ നോക്കുവാണ് ഗൈസ്. ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ്, താൻ +2 അല്ലടെ, എനിക്ക് തന്നെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും പറയോ, +2 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഉറപ്പായും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയാം. ഓക്കെ, ഞാനത് സമ്മതിച്ചിരിക്കുന്നു. നല്ല കോളേജിൽ അഡ്മിഷൻ എടുത്ത് കുറച്ച് ലൈഫ് എൻജോയ് ആക്കാം. ഇല്ലേൽ തീരുമാനം ആവും. ഇത് ഇപ്പോ നീ വിചാരിക്കില്ല, പിന്നെ +2 ആണല്ലോ, ഭാവി തീരുമാനിക്കാനായി എന്ന് എല്ലാവർക്കും ഒരുപോലെ ആവില്ല. ഇവര് പറയുന്നത് ഇപ്പൊ ഞാൻ +2 നല്ലോണം പഠിച്ച അടുത്തോട്ട് എനിക്ക് കോളേജിൽ നല്ല അഡ്മിഷൻ കിട്ടും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഉറപ്പായിട്ട് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവത്തില്ല, കാരണം പ്രായത്തിന്റെ ഒരു ഇതാണ്, പിന്നീട് ഞാൻ അനുഭവിക്കും എന്നാണ് പറയുന്നത്. ഡബിൾ പാസ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇതില്. ഈ കൊച്ചി ഇത്രയും ഇത് മെസ്സേജ് അയക്കുന്ന സമയം ആ കൊച്ചിനും എല്ലാം പഠിച്ചു എന്തെങ്കിലും ഒക്കെ നേടിക്കൂടെ? ചുമ്മാ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഒക്കെ ഇത്രയും എസ്സേ പോലെ ഇടുന്ന നല്ല കാര്യമുണ്ട്. ഇപ്പം ഞാൻ +1 കഴിഞ്ഞു, കല്യാണം കഴിച്ചു, ഇപ്പൊ എനിക്ക് 19 വയസ്സായി. അപ്പം എന്റെ ഒരു ഇത് വെച്ച് പറയാൻ, എനിക്ക് ഇതുവരെ പഠിത്തത്തിലായാലും അല്ലാതായാലും ഇവിടുന്ന് ഒരു പ്രശ്നവും കാര്യമൊന്നുമില്ല. അപ്പം ഇവരുടെ ഒരു സപ്പോർട്ട്, ഈ ചോട്ടുന്റെ വീട്ടിലൊരു സപ്പോർട്ട് ഉണ്ടായതാണ് ഇപ്പൊ ഞാൻ പഠിക്കാൻ പോകുന്നത് പോലും. അപ്പം ആ ഒരു ഇതില് ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം ഇതുവരെ എനിക്കൊരു നെഗറ്റീവായിട്ട് ഈ ഫാമിലിയിൽ നിന്ന് വന്നിട്ടില്ല. കാരണം ഇവര് എന്നെ പഠിപ്പിക്കുക, എടുക്കുക എല്ലാം ചെയ്യുന്നത്. അപ്പൊ കുറച്ച് നാള് കഴിഞ്ഞാലും ഞാൻ എന്തു അനുഭവിക്കാൻ പോകുന്നുള്ള കാര്യം ഇവര് പറയുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാവില്ല. എന്റെ ഭാവി അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും, നാളെ ഞാൻ അങ്ങനെ ആവും, ഒന്നും ഇല്ലാതാവും എന്നൊക്കെ ഇവര് പറയും. എനിക്കത് മനസ്സിലാവില്ല എന്താണ്. അപ്പൊ നാളെ ഞാൻ എന്താവണം വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പൊ നാളെ ഈ ഫാമിലി എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. എന്റെ കൂടെ ചോട്ടും ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പം നാളെ ഒരു കാലത്ത് എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആയില്ലെങ്കിൽ പോലും സപ്പോർട്ടായിട്ട് ഇവര് കാണും. അപ്പൊ അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എന്റെ ഭാവി പ്രവചിച്ചോണ്ട് കുറെ പേര് വരുന്നുണ്ട് കമന്റ്സില്. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഞാനത് വിടുവാണ്, ആ കമന്റ് വിടുവാണ്. അതൊരു എസ്സേ തന്നെ ഉണ്ട്. പറയുവാണെങ്കിൽ ഇവിടെ ഒന്നും എന്റെ റിപ്ലൈ അതിന് തീരത്തില്ല. ഇത് ഈ ടൈപ്പ് ചെയ്യുന്ന സമയം ഒരു പേജ് പഠിച്ചു +2 കഴിഞ്ഞ് ഡൊണേഷൻ കൊടുക്കണം, അങ്ങനെ ഇഷ്ടം പോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിവേ
ഒരു അഡ്വൈസ് പോലെ എനിക്ക് തരുന്നുണ്ട്. ഓക്കെ, അതിന് ഞാൻ നന്ദി പറയുന്നു. ഇതിലൂടെ നല്ല പിള്ള ചമയം നോക്കുന്നുണ്ട്. നല്ല അഡ്വൈസ് നമ്മുടെ കമന്റ് അടി വന്നിരുന്ന് അവരൊക്കെ നല്ല കുട്ടികളാണെന്ന് തെളിയിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിച്ചാൽ അടുത്തോട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുന്ന പറയാം. അതിനൊക്കെ ഞാൻ ഒത്തിരി താങ്ക്സ്, നല്ലൊരു അഡ്വൈസ് ആണ് തരുന്നത്. പക്ഷെ അവസാനം പറയുന്നുണ്ട് എന്റെ ഭാവി പ്രവചിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഓക്കെ, കണ്ടതൊക്കെ വാരി വലിച്ച് യൂട്യൂബിൽ ഇടുന്നുണ്ടല്ലോ. +2 റിസൾട്ട് വരുമ്പോ അത് കാണിച്ചുകൊണ്ട് വീഡിയോ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത് വേണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കും ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനെ റിസൾട്ട് എല്ലായിടത്തും കൊട്ടിഘോഷി നടക്കണമെന്ന് അറിയത്തില്ല ഗൈസ്. നോക്കാം, ഞാൻ പാസ്സാവും തന്നെ പറയും. ഫെയിൽ ആണെങ്കിൽ ഫെയിൽ, അതിൽ എനിക്ക് ഒരു നാണക്കേടും. ഇപ്പൊ ഇവളുടെ റിസൾട്ട് കണ്ടിട്ട് ആർക്കും ഇപ്പൊ ഒന്നും സംഭവിക്കാനോ നേടാനൊന്നും ഇല്ല ഗൈസ്. അപ്പം ഇത് വെറുതെ ചുമ്മാ നമ്മളെ ചൊറിയാൻ വേണ്ടി മാത്രം ഉള്ളൊരിത്, അത്രേ ഉള്ളൂ. പിന്നെ ജീവിതത്തിൽ ആദ്യമായി പൊറോട്ട കാണുന്ന പോലെ ഉണ്ട് ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് പൊറോട്ട കാണുന്നില്ല. നമ്മളൊരു വീഡിയോക്ക് വേണ്ടി ചെയ്യുമ്പോ അതുപോലെ അത്ര ഇതായിട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പം എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല. പൊറോട്ട ഒക്കെ ആദ്യമായിട്ടോ കാണുന്നതിനൊക്കെ പറയുമ്പോ അത്രയ്ക്കും ഈ ആൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർ അത്രയ്ക്കും ഭയങ്കര നമ്മളെ എന്ത് ചെയ്യുന്നത് നോക്കി കുറ്റം പറയാൻ നിൽക്കുവാണെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം ജസ്റ്റ് ഒരു പൊറോട്ട എന്ന് വെച്ചാൽ പൊറോട്ട ഒക്കെ 10 രൂപ. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നത്, എന്നിട്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്ന അത് ഇങ്ങനെ എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. അതാണ് ഇവരുടെ ഉദ്ദേശം. അല്ലെങ്കിൽ പിന്നെ 10 രൂപയുടെ പൊറോട്ട കഴിക്കുന്നതിന് എന്തിനാണ് അറിയാൻ വയ്യ. മറ്റേ പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത് കാണിക്കുന്നു, എന്നാലും വീട്ടിലുള്ളവർക്ക് കൂടി കൊടുക്കുന്നത് അതിനകത്തെല്ലാം കൊടുക്കുന്നതെന്നാണ് എഴുതേണ്ടത്. പക്ഷെ കൊടുക്കാത്തത് അത് പഠിക്കാൻ പോണം കേസ്. ഇങ്ങനെ കമന്റ് അതൊരു ബോയ് ആണ്. അപ്പം ആ ചേട്ടൻ ഇച്ചിരി പഠിക്കാൻ പോണം കേട്ടോ. നല്ല വിവരമുള്ള. അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പട്ടിയുടെ ഫുഡായാലും വീട്ടില് അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ആള് തന്നെ. അതിനെ പോലും നോക്കാത്തവർ ഈ നാട്ടിലുണ്ട്. അതെ, കുറെ ആൾക്കാർ ഇങ്ങനെ റോഡിലൊക്കെ പട്ടി അവസാനം വളർത്താൻ വയ്യാതെ കൊണ്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളിപ്പോ വീട്ടിലുള്ളവരായാലും ഒരു പെറ്റായാലും നമ്മളത് ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് കാണുന്നത്. എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഒരു കാര്യമില്ല. പിന്നെ അപ്പൊ അടുത്ത കമന്റ്, എക്സാം ടൈം ആയിട്ട് ഇങ്ങനെ ചില്ലടിച്ച് ഇരിക്കുകയാണെങ്കിൽ വേറെ ലെവലാ. എങ്ങനെയും പാസ്സായാൽ മാത്രം അഡ്മിഷൻ കിട്ടുള്ളൂ. ഡൊണേഷൻ കൊടുക്കാനുള്ളത് യൂട്യൂബ് തരും എന്ന് വിചാരിക്കണ്ട. എന്തായാലും നിന്റെ ലൈഫ് നീ തെരഞ്ഞെടുത്തു അല്ലേ? എന്തേലും എനിക്ക് ഉണ്ട് സെയിം ഏജിൽ ഒരു പെൺകുട്ടി. +2 ബോർഡ് എക്സാമിന് പഠിക്കോ? ഒരമ്മ എന്ന രീതിയിൽ പറയാ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ഈ ഫിനാൻഷ്യലി കുറച്ച് ബെറ്റർ ആവാൻ എഡ്യൂക്കേഷൻ കൊണ്ട് പറ്റും. യൂട്യൂബ് മാത്രമല്ല, എത്ര കാലം ഇത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും? അച്ഛൻ്റെയും അമ്മയുടെയും ചെലവിൽ പോയിട്ട് പഠിക്ക് മോളെ. ഫ്യൂച്ചറിൽ നിനക്ക് റിഗ്രറ്റ് വരും. അപ്പോ എഡ്യൂക്കേഷൻ എങ്കിലും ഉണ്ടേ നിനക്ക് രക്ഷപ്പെടാം. നമ്മൾ എപ്പോഴും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇത്രേ ഉള്ളൂ. ഞാൻ പഠിത്തം നിർത്തിയിട്ടില്ല. പഠിത്തം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും. വീട്ടിൽ നിന്നാൽ മാത്രമേ പഠിക്കാം. ഞങ്ങളുടെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി കേസ്. അപ്പൊ നമ്മള് എവിടെ നിന്നിട്ടായാലും നമ്മൾ സ്റ്റഡീസ് അവിടെ കളയുന്നില്ല. നമ്മൾ സ്റ്റഡീസ് മുന്നോട്ട് തന്നെ പോകുന്നു. ഇതൊരു കൊച്ചിന്റെ അമ്മയാണ് ഇട്ടേക്കുന്നത്. ചേച്ചിയുടെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ സുഖമായിട്ട് കുടുംബമൊക്കെ നോക്കി നിൽക്കുക. നമ്മളെങ്ങനെയൊക്കെ ജീവിച്ചു പോകും. നമ്മുടെ ലൈഫ് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റിയെങ്കിൽ കാണും. അത്രേ ഉള്ളൂ. അല്ലാതെ കാണാതിരിക്കും. അപ്പം വെറുതെ വന്നിങ്ങനെ ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കാമെന്നുള്ള ആ ഒരിത് നമുക്കത് അങ്ങനെ പറ്റുന്നില്ല ഗൈസ്. നമ്മളെ കളിയാക്കുന്ന പോലെയാണ് ഗൈസ്. കുറെ ചിരിക്കുന്ന ഇമോജീസ് ഒക്കെ ഇട്ടിട്ടാണ് ഗൈസ് ഇട്ടേക്കുന്നത്. എന്നിട്ടാണ് അഡ്വൈസ് എന്നുള്ള രീതിയിലാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. നല്ല ഇമോജീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊരു ഉപദേശം പോലെ ഞാൻ ഒരു അഡ്വൈസ് തരുവാന്നൊക്കെ പറഞ്ഞ ഇട്ടേക്കുന്നത് ചേച്ചി. ചേച്ചിയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് കൊണ്ടല്ല ചേച്ചി ജീവിക്കുന്നത് ഇവിടെ. പിന്നെ അതൊരു സൈഡിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്ന അത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര നമ്മള് സെറ്റ് ആക്കുന്നു. അത്രേ ഉള്ളൂ. ഇപ്പം എഡ്യൂക്കേഷൻ ഉള്ള നല്ലതാണ് എനിക്ക് അറിയാം. പക്ഷെ ചേച്ചി നമ്മൾ പഠിത്തം നിർത്തിയിട്ടൊന്നുമല്ല യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ യൂട്യൂബ് ഒരു സൈഡിൽ കൊണ്ടുപോകുന്നുണ്ട്, നമ്മുടെ സ്റ്റഡീസ് ഒരു സൈഡിൽ കൊണ്ടുപോകുന്നു. അപ്പം അത് നമ്മൾ ഒരിക്കലും എവിടെയും വെച്ച് സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഇപ്പം നാളെ
ഞങ്ങള് സ്റ്റോപ്പ് ഇപ്പൊ ചേച്ചി തന്നെ പറയായിരിക്കും നാളെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എന്നാ ചേച്ചി അങ്ങനെ തന്നെ കരുതിക്കോ. ചേച്ചി എന്തായാലും ചേച്ചിയുടെ മോളുടെ കാര്യം നോക്കാം, മോൾക്കൊരു നല്ല ഭാവി എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യാം. നമ്മളെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണാം. ചേച്ചിക്ക് അടുത്തത് കിടക്കുന്നതും തിന്നുന്നതും എല്ലാം ഒരേ അടുത്ത് തന്നെയാണോ? അമ്മയ്ക്കൊന്നും കൊടുക്കുന്നില്ലേ? നമ്മൾ നമ്മുടെ ബെഡിലിരുന്നാണ് ഗൈസ് തിന്നുന്നത്, അത് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മള് വീഡിയോസ് എടുക്കുകയാണെങ്കിൽ കൂടുതലും നമ്മുടെ റൂമിൽ വെച്ചാണ് എടുക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മള് ബെഡിലിരുന്ന് കഴിക്കുന്നതിന് നമുക്ക് ഇതുവരെ പ്രശ്നം തോന്നിയിട്ടില്ല ഗൈസ്. നമ്മള് ഇപ്പം ഏത് വീഡിയോ എടുത്താലും നമ്മള് കൂടുതലും നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരുടെയും വീട്ടില് ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമെന്നില്ല, പലരുടെയും പല സാഹചര്യങ്ങളാണ് ഗൈസ്. അപ്പം നമുക്ക് ബെഡില്ല, ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ല ഗൈസ് ഇവിടെ. അപ്പൊ നമ്മള് അതുകൊണ്ട് നമ്മളിവിടെ ബെഡിലിരുന്ന് കഴിക്കും, നമ്മള് വീട്ടിലിരുന്ന് കഴിക്കും, അവിടെ പുറത്തിരുന്ന് കഴിക്കും. പുറത്തുനിന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഹോളിലിരുന്ന് കഴിക്കും, അവിടെ ഇരുന്ന് കഴിക്കും ഗൈസ്. അപ്പം സാധാരണപ്പെട്ടവർക്ക് അറിയാം കുറച്ച് വെട്ടമൊക്കെ ഈ റൂമിന്റെ അകത്തുണ്ട്, ലൈറ്റ് ഇടാൻ. പുതിയ വീടൊക്കെ വരുമ്പോ നമ്മള് ഡൈനിങ് ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്ക് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലായിടത്തും ലക്ഷറി ലൈഫ് തന്നെ വേണമെന്ന് എല്ലായിടത്തും നടക്കത്തില്ല ഗൈസ്, പലരുടെയും പല ലൈഫാണ്, ഒരുപോലെ ആവണമെന്നില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന അവർക്കൊന്നും ഹെർട്ട് ആവരുത്, നെഗറ്റീവ് പറഞ്ഞവർക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഈ റീലല്ല, റിയൽ ലൈഫ് എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ എന്തോ നടക്കുന്നുള്ള നമുക്കേ അറിയാം. ഒന്നും അറിയാതെ ആരും ഒന്നും കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പൊ അവരെല്ലാം ഇതിലൂടെ യൂട്യൂബിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഞങ്ങളുടേതായ രീതിയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളു ഗൈസ്. അങ്ങനെ എടുക്കില്ലാരും, അല്ലാതെ ഭയങ്കര പേഴ്സണൽ ആയിട്ട് എടുത്ത് നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറ്റം പറയാൻ വേണ്ടി മാത്രം വരാതെ ഇപ്പൊ യൂട്യൂബ് ഇഷ്ടംപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ്, അത്രേ ഉള്ളു. അല്ലാതെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് ഒന്ന് ഇങ്ങനെ കമന്റ് ചെയ്ത് നമ്മളെ തളർത്താന്നുള്ള രീതിയാണെങ്കിൽ അറിയത്തില്ല ഗൈസ്. അപ്പം ഇഷ്ടപ്പെടുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവര് സ്കിപ്പ് ചെയ്ത് പോകാം. നമ്മുടെ വീഡിയോസ് കാണണം എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇതില് യൂട്യൂബില് വീഡിയോ ഇടണ്ടാന്നും നമ്മളെ പോലുള്ള ഒരു വീഡിയോ ഇടണ്ടാന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒന്നുമില്ല ഗൈസ്. അപ്പൊ ആർക്കും ആണെങ്കിലും എന്തും ചെയ്യാം. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്കും വീഡിയോസ് ഇടാം, എല്ലാം ചെയ്യാം. അവരുടെ ഒരു ഇഷ്ടമാണ് ഗൈസ്. അപ്പം പിന്നെ വീട്ടിൽ അടി വന്ന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു വീഡിയോ ഇറക്കിയത്. കൂടുതലും എന്റെ ഭാവി എല്ലാരും പ്രവചിച്ചോണ്ടിരിക്കുവാണ് എന്താണ്. അപ്പം എന്തായാലും മുന്നോട്ടുള്ള കാര്യം നേരിടാൻ ഞങ്ങൾ നോക്കിക്കോളാം, ഞാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ അത് അവർക്ക് വേറെ ആരും വിഷമിക്കേണ്ട. ഞങ്ങളുടെ വീട്ടുകാർക്കില്ലാത്ത ഒരു വിഷമവും. സപ്പോർട്ട് ചെയ്യാനുള്ളതെല്ലാം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാൻ ഇഷ്ടമല്ലാത്തവര് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കാണാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം കണ്ടിട്ട് വന്ന് നെഗറ്റീവ് പറയാൻ ഒരുമാതിരി ആവും ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഒരു വീഡിയോ മെയിനായിട്ട് ഹേറ്റേഴ്സിനുള്ളതായിരുന്നു. അപ്പൊ ഓക്കെ, വി ലവ് യു. ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.